Assalamu alaikum. Today we will start a new chapter, that is maps and globes, and then in this chapter we will be studying about maps, different types of maps, and about the advantages and disadvantages of maps, and about globes, and what are the advantages and disadvantages of globes. So first one is map. Map is a diagrammatic representation of the earth. So we are showing our earth on a piece of paper. നമ്മൾ ഒരു പീസ് ഓഫ് പേപ്പറിൽ നമ്മുടെ എർത്തിൻ്റെ ഒരു ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷൻ നടത്തുന്നതിനാണ് എന്തെന്ന് പറയുന്നത് മാപ്പ് എന്ന് പറയുന്നത്. വി നോ ദാറ്റ് അവർ എർത്ത് ഇസ് എ കർവ്ഡ് സർഫസ് അല്ലേ. എർത്ത് എന്ന് പറയുന്നത് ഒരു കർവ്ഡ് സർഫസ് ആണ്. പക്ഷേ മാപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പീസ് ഓഫ് പേപ്പർ, അതായത് ഫ്ലാറ്റ് സർഫസിൽ നമ്മുടെ എർത്തിൻ്റെ റെപ്രസെൻറ്റേഷൻ ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് മാപ്പ് എന്ന് പറയുന്നത്. സോ എ ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് എ എർത്ത് ഓൺ എ ഫ്ലാറ്റ് സർഫസ് ഈസ് നോൺ ആസ് മാപ്സ്. ആൻഡ് സെറ്റ് ഓഫ് മാപ്സ് ടുഗെദർ ഇൻ ദ ഫോം ഓഫ് എ ബുക്ക്. അത് ഒരുപാട് മാപ്പ് നമ്മൾ എന്താണ് ഡ്രോ ചെയ്ത ഒരുപാട് മാപ്പ് ഒരുമിച്ച് നമ്മളൊരു ബുക്കാക്കി മാറ്റിയാൽ അതിനെ എന്തെന്ന് വിളിക്കും? അറ്റ്ലസ്. അറ്റ്ലസ് ഇസ് സെറ്റ് ഓഫ് മാപ്സ് ടുഗെദർ ഇൻ ദ ഫോം ഓഫ് എ ബുക്ക് ഓർ compiled in the form of a book. Now ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന വേർഡ് compiled എന്നാണ്. So you can write like together also. So atlas is a set of maps together in the form of a book. എന്താണ് സെറ്റ് മാപ്സ്, അതായത് ഒരുപാട് മാപ്പ് ടുഗെദർ ആയിട്ട് ഒരു ബുക്കിൻ്റെ ഫോമിലാക്കുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? അറ്റ്ലസ് എന്ന് പറയുന്നത്. സോ മാപ്പ് ഈസ് എ ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ദി എർത്ത് ആൻഡ് atlas are set of maps together in the form of a book. And there are some components in drawing a map. നമുക്കൊരു മാപ്പ് വരയ്ക്കണമെങ്കിൽ കുറച്ച് കമ്പോണൻസ് നമ്മൾ ഫോളോ ചെയ്ത് വരയ്ക്കേണ്ടതുണ്ട്. ആൻഡ് they are scale, directions and signs. See, we cannot show the actual distance in a map. നമുക്ക് മാപ്പിൽ ഒരു ആക്ച്വൽ ഡിസ്റ്റൻസ് കാണിക്കാൻ പറ്റില്ല. ജസ്റ്റ് ഇമാജിൻ ലൈക്ക് ട്രിവാൻഡ്രം ടു കൊല്ലം. വി cannot show the actual distance. നമുക്ക് ആക്ച്വൽ ഡിസ്റ്റൻസ് നമുക്കൊരു പീസ് ഓഫ് പേപ്പറിൽ കാണിക്കാൻ പറ്റും ഇല്ല. സോ വി മൈറ്റ് റെഡ്യൂസ് ഇറ്റ് ഫോർ അവർ കൺവീനിയൻസ്. നമ്മൾ ആ കൺവീനിയൻസിന് വേണ്ടിയിട്ട് നമ്മളത് എന്ത് ചെയ്യുന്നു? റെഡ്യൂസ് ചെയ്യുന്നു. അതായത് ഇപ്പോൾ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് മാപ്പിൽ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് അത് ഡിനോട്ട് ചെയ്യുന്നത് 100 കിലോമീറ്റേഴ്സിനെ ആയിരിക്കും. ആസ് you all are familiar with the map of India, right? So it is also showing all the places, but they have reduced the distance or they reduced the scale according to the convenience for drawing it. അത് വരയ്ക്കാൻ വേണ്ടിയിട്ട് അത് എന്ത് ചെയ്തിട്ടുണ്ട്? അതിൻ്റെ ആ ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് അല്ല, അതിൻ്റെ സ്കെയിൽ റെഡ്യൂസ് ചെയ്താണ് എന്ത് ചെയ്യുന്നത്? വരയ്ക്കുന്നത്. സോ ദാറ്റ് ഈസ് സ്കെയിൽ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ഡ്രോയിങ് എ മാപ്പ് ബിക്കോസ് only if we know how to do the scale only we can draw a map. എന്നാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 100 കിലോമീറ്റർ ആയിരിക്കും. വൈ വി ആർ ടേക്കിംഗ് ദ സ്കെയിൽ ഇസ് ബിക്കോസ് ഇറ്റ് ഈസ് നിയർലി ഇമ്പോസിബിൾ ടു ഷോ ദി ആക്ച്വൽ ഡിസ്റ്റൻസ് ഓൺ എ പീസ് ഓഫ് പേപ്പർ. ഒരു രണ്ട് പ്ലേസ് തമ്മിലുള്ള ആക്ച്വൽ ഡിസ്റ്റൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരിക്കലും ഒരു പേപ്പറിൽ കാണിക്കാനായിട്ട് പറ്റില്ല. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ഡയറക്ഷൻസ്. You know about the directions, right? How many directions are there? Mainly there are 4 directions, that is north, south, east and west. So we have to be clear about the directions. ഈ സ്റ്റേറ്റ് ഏത് ഡയറക്ഷനാണ് വരുന്നതെന്ന് ക്ലിയർ ആയിട്ട് അറിഞ്ഞാൽ മാത്രമേ മാപ്പ് എന്ത് ചെയ്യാൻ പറ്റൂ? കറക്റ്റ് ആയിട്ട് വരയ്ക്കാനായിട്ട് പറ്റൂ. So that is another important component. And what are the directions? 4 main direction: north, east, south and west. And then another one is signs. See, we have to show a building. We have to show like in that area there is a building. നമുക്ക് ഒരു ഏരിയയിൽ ഈ ബിൽഡിംഗ് ഉണ്ടെന്ന് കാണിക്കണം. അപ്പോൾ നമുക്ക് ആ ബിൽഡിംഗ് കംപ്ലീറ്റ് ആ പേപ്പറിൽ വരച്ച് വയ്ക്കാൻ പറ്റും ഇല്ല. സോ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് വി മേ യൂസ് സം സൈൻസ്. ഈ സൈൻ ഇതിനെ കാണിക്കുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? കുറച്ച് സൈൻസ് യൂസ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇൻ ഓർഡർ ടു ഷോ ദർ ഇസ് എ സിറ്റി വി മേ യൂസ് ദിസ് സൈൻ, ആൻഡ് ഫോർ ടൗൺ ദിസ് വൺ, ആൻഡ് ദിസ് വൺ ഈസ് യൂസ്ഡ് ഫോർ railroads. Many other signs are there. It is in your textbook, page number 144. Map key is there. So these are signs. And if we'll talk about the directions, I have told you mainly there are 4 directions. 4 directions ആണ് മെയിൻ ആയിട്ടുള്ളത്. ഏതൊക്കെയായിരുന്നു? നോർത്ത്, സൗത്ത്, ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്. ആൻഡ് there are also sub directions. എന്തുണ്ട്? സബ് ഡയറക്ഷൻസും ഉണ്ട്. Okay, so this is north, east, south and west. So in between this north and east comes the northeast, and in between the south and east comes the southeast. In between south and west, southwest. Between north and west, northwest. So mainly there are 4 directions, that is north, east, south and west.
Then comes the subdirections northeast, southeast, southwest and northwest. Okay, and maps are divided into two types, that is physical map and political maps. There are many divisions of map, but in your chapter you have to study mainly about physical map and political map. And what about this physical map? Maps which are showing the physical features. Physical features ne കാണിക്കുന്ന map ആണ് physical map എന്ന് പറയുന്നത്. Physical features എന്ന് പറയുമ്പോൾ എന്താണ്? വാലീസ് അല്ലെങ്കിൽ പ്ലെയിൻസ്, അതേപോലെ മൗണ്ടൻസ്, പ്ലാറ്റ്യൂസ്, റിവേഴ്സ്, ഇതിനെയൊക്കെ കാണിക്കുന്നതാണ് ഫിസിക്കൽ മാപ്പ് എന്ന് പറയുമ്പോൾ ഒരു മാപ്പിൽ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ്, ഏത് ഏരിയയിൽ ഏത് റിവറാണ്, അല്ലെങ്കിൽ ആ ഏരിയയിൽ അത് മൗണ്ടൻ ഏരിയ ആണോ, അതൊരു ഹില്ലി ഏരിയ ആണോ, അല്ലെങ്കിൽ അവിടെ പ്ലെയിൻസ് ഉണ്ടോ ഇല്ല, അപ്പോൾ ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് നമുക്ക് തരുന്ന മാപ്പാണ് എന്തെന്ന് പറയുന്നത്? ഫിസിക്കൽ മാപ്പ് എന്ന് പറയുന്നത്. സോ മാപ്പ് വിച്ച് ഈസ് ഷോയിങ് ദ ഫിസിക്കൽ ഫീച്ചേഴ്സ് സച്ച് ആസ് റിവർ, മൗണ്ടൻസ്, പ്ലാറ്റ്യൂസ്, പ്ലെയിൻസ് എക്സെട്ര ആർ നോൺ ആസ് physical map. And the next one is political map. Political map എന്ന് പറയുമ്പോഴത്തേക്കും it gives us the information about countries, state, towns, villages, even about the boundaries. അതായത് പൊളിറ്റിക്കലി ആയിട്ടുള്ള, അതായത് പൊളിറ്റിക്കൽ ഫീച്ചേഴ്സ് കാണിക്കുന്നതാണ് പൊളിറ്റിക്കൽ മാപ്പ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഗീവ്സ് us information about countries, state, boundaries, towns, villages, etc. Okay, so first of all, we studied about what is a map. It is a diagrammatic representation of the earth on a flat surface. Then atlases set of maps together in the form of book, and components of maps are scale, directions and signs. And there are mainly four directions, that is north, south, east and west. And there are four sub-directions, northeast, southeast, southwest and northwest. Then comes the division of map. Maps are divided into two, that is physical map and political map. A map which is giving the informations about the physical features such as mountains, plateaus, rivers, etc. are known as physical map. And the map which is giving information about the political features such as countries, states, towns, villages, boundaries, etc. are known as political maps. Okay, and there are many other maps also. Apart from this political and physical map, there are many maps which gives us the information about soil, ഒരു ഏരിയയിലെ സോയിലിനെ കുറിച്ച്, അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ത്യൻ സ്റ്റേറ്റ്സിൽ തന്നെ ഈ സ്റ്റേറ്റിലെ ഏത് സോയിലാണ് പ്രോമിനൻറ്റ്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് തരുന്ന മാപ്സ് ഉണ്ട്. അബൌട്ട് ദ ക്രോപ്പ് ഡിസ്ട്രിബ്യൂഷൻ, നാച്ചുറൽ റിസോഴ്സസ്. സോ ദർ ആർ മെനി അതർ സ്പെഷ്യൽ മാപ്സ് ഓൾസോ വിച്ച് ഗീവ്സ് us various kinds of information. Next is about the advantages of map. So the main advantage is it is portable. Portable means we can carry the map to anywhere. Okay, we can carry the maps to anywhere. So that is the main advantage of map. Mapന്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്? ഇത് മാപ്സ് എന്ന് പറഞ്ഞാൽ പോർട്ടബിൾ ആണ്, which means we can carry it wherever we want. But there are some limitations to the map also. As I told you, there are advantages of map, there are some disadvantages also, which means since the earth is spherical, its curved surface, it is not easy to represent earth on a piece of paper. നമ്മൾ പറഞ്ഞു മാപ്പ് എന്ന് പറഞ്ഞ ഒരു ഫ്ലാറ്റ് സർഫസിലാണ് എർത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആൻഡ് വി നോ ദ ഫാക്ട് ദാറ്റ് എർത്ത് ഈസ് എ കർവ്ഡ് സർഫസ്. എർത്ത് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഒരു കർവ്ഡ് സർഫസ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു കർവ്ഡ് സർഫസ് ആയിട്ടുള്ളതിനെ നമുക്കൊരു ഫ്ലാറ്റ് സർഫസിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ആൻഡ് sometimes when we will be representing something like that into a piece of paper, it may not be accurate. അത് കറക്റ്റ് ആയിട്ട് കിട്ടണമെന്നില്ല. Okay, so that is the main disadvantage of map. That is, we are representing something that is curved in a piece of paper, so it may not come out accurate ആയിട്ട് അത് വരണമെന്ന് ഇല്ല. So main advantage is it is portable, we can carry map to anywhere. The disadvantage is it is the representation of a curved surface into a piece of paper, so sometimes it may not come out accurate. Okay, so next class we will study about globe, the mini earth. So that's it for today. Thank you. Assalamu alaikum.